കൊല്ലം കൊട്ടാരക്കര പുത്തൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. കുഴക്കാട് സ്വദേശി ശ്യാം സുന്ദറാണ് കൊല്ലപ്പെട്ടത്. പ്രതി ധനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഥ തുറക്കാൻ പറഞ്ഞ് ഇല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോൾ കഥ അകത്തോട്ട് പോകുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ വെളിയൊരു കുറ്റി കിടക്കുന്നു. ഞാൻ കുറ്റി തുറന്നപ്പോൾ ഇങ്ങനെ ബിൽഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ ആണെന്ന് ഞാൻ അറിയുന്നില്ല, വല്ല തലയിലോ വല്ല വിചാരിച്ച് ഇങ്ങനെ നിന്ന് ഉടനെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് അപ്പോൾ വീണ്ടും പുള്ളി കഥ അടച്ചപ്പോൾ പറഞ്ഞ് ഈ പുള്ളി ഇവർ വന്നപ്പോഴത്തേക്ക് വീണ്ടും കഥ തുറക്കാൻ പറഞ്ഞ് എന്നെ പണിഞ്ഞ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു. വാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് ഞാൻ വാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ മറിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ബ്ലഡ് ചീറ്റുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ നായർ ചേർന്നുണ്ട്. കണ്ണൻ, അതിദാരുണമായ ഒരു സംഭവമായി പോയി. ഇപ്പോൾ ധനേഷ് എന്ന ആളെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? ഇവർ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ രാത്രി, തിരുവോണ ദിവസം രാത്രി 12 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഇവർ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ശ്യാംസുന്ദറിന്റെ ഭാര്യ, 3 വർഷമായി ശ്യാംസുന്ദറിന്റെ ഭാര്യ ധനേഷിനൊപ്പമാണ് താമസിക്കുന്നു. അതിന്റെ പേരിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പരസ്പരം അസഭ്യം പറയുകയും ചെയ്തിരുന്നു. പിന്നീട് രാത്രി 11:45 ധനേഷ് ഈ മരിച്ച ശ്യാംസുന്ദറിന്റെ വീട്ടിലേക്ക് എത്തുകയും കഴുത്തിന്റെ ഭാഗത്ത് കുത്തുകയുമായിരുന്നു. ശ്യാംസുന്ദർ തന്നെയാണ് അയൽവാസികളെ ഫോണിൽ വിളിച്ച് തനിക്ക് കുത്തേറ്റു എന്നുള്ള കാര്യം അറിയിച്ചത്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഇതിൽ പോലീസ് ധനേഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ശരി കണ്ണൻ, കുടുംബ പ്രശ്നമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ശ്യാം സുന്ദർ എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. തൊട്ടടുത്തുള്ള അയൽവാസിയായ ധനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കണ്ണൻ നായരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.